അല്ലറ ചിലർ കുത്തിക്കുറിക്കുന്നതും വരയ്ക്കുന്നതും കണ്ടിട്ടാകാം പെരുന്നാളായിട്ട് മെഹന്തി ഇട്ട് തരാമോ എന്ന് റൂംമേറ്റ്സ് ചോദിച്ചത്. ഇതുവരെ ചെയ്യാത്ത കാര്യമായതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏൽപ്പിച്ച കാര്യം കളറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഗ്രൗണ്ട് വർക്കുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. കൈയുടെ വഴക്കം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനതൊരു റഫ് പേപ്പറിലും കൂടി മെഹന്തി ഇട്ട് നോക്കി. കുഴപ്പമില്ല, വലിയ തെറ്റില്ലാതെ വരണം ഉണ്ടായിപ്പോൾ അന്ന് ഇനിയിപ്പോൾ കയ്യിൽ പരീക്ഷിക്കാമെന്നായി. അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ നമ്മളുടെ ഇവളാണ് കേട്ടോ. കയ്യിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് തപ്പലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആണല്ലോ, തെറ്റി കഴിഞ്ഞിട്ട് നമുക്ക് മായ്ക്കാനും പറ്റില്ലല്ലോ. എങ്ങനെയൊക്കെ വന്നാലും എന്നെക്കാളും ഭയങ്കര കൂളായിരുന്നു ഇവരെല്ലാവരും. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നന്നാവും, അടിപൊളിയായിട്ട് നിനക്ക് ഇടാൻ പറ്റും, ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു അവർ തന്നുകൊണ്ടിരുന്നത്. ആൾക്ക് നമ്മൾ ഇട്ട് കൊടുത്തത് റെഡ് ഹെന്നയായിരുന്നു. പിന്നെ അവൾക്ക് വളരെ സിമ്പിൾ ഡിസൈനും ആയിരുന്നു വേണ്ടിയിരുന്നത്. ഇട്ട് വന്നപ്പോഴത്തേക്കും ഏകദേശം ഇതായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക്. അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് അവൾ പറഞ്ഞത്. ഇത് അടുത്ത ആളാണ്, ഇവൾക്ക് കുറച്ചും കൂടി സിമ്പിൾ അല്ല, കുറച്ചും കൂടി വലിയ ഡിസൈൻ ആയിരുന്നു അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആദ്യത്തെ ആളുടെ ഇട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ഇത്തിരി കോൺഫിഡന്റ് ആയിരുന്നു. പിന്നെ ഞാൻ ആ ഒരു ഡിസൈൻ ബുദ്ധിമുട്ടാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാമെന്ന് തന്നെ പറഞ്ഞു. മെഹന്തി ഡിസൈൻ്റെ ഓരോ പാർട്ട് കഴിയുമ്പോഴും അവൾ നൈസ് നൈസ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അവൾക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണോ എനിക്ക് കോൺഫിഡൻസ് വരുന്നതാണോ എനിക്ക് മനസ്സിലായില്ല. എങ്ങനെ വന്നാലും ഫൈനൽ ഔട്ട്പുട്ടിൽ രണ്ടുപേരും ഹാപ്പി ആയെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ കാണുന്ന പോലെ ഇവൾക്ക് നമ്മൾ ഹെന്ന അല്ല ബ്ലാക്ക് ഹെന്ന ആയിരുന്നു ഇട്ട് കൊടുത്തത്. പറയാൻ മറന്നുപോയി, ഇവളും എന്റെ റൂംമേറ്റ് ആണ് ആൻഡ് ഷീ ഈസ് ഫ്രം എത്യോപ്യ. അപ്പൊ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് വന്നിട്ട്. എനിവേ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.